ഇന്നെന്താ വീഡിയോ? ഒരു ഞണ്ട് കറി, അതും എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഞണ്ട് കറി. ഇത് തികച്ചും എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടതിന് ശേഷം എല്ലാ ആഴ്ചയും മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് കുറച്ചധികം പേർ പറഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ സുഖമല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇന്നൊരു ഞണ്ട് കറി വെക്കാം. ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആകെപ്പാടെ ക്ഷീണിച്ച് വന്നപ്പോൾ പുറത്ത് ഫുഡ് ശരിക്കും മടുത്തു കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഞണ്ടിരിപ്പുണ്ട്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു വെച്ചു, അമ്മ എനിക്കിന്ന് ഞണ്ട് കറി വെക്കണം, ഒരു റെസിപ്പി പറഞ്ഞതായോ എന്ന്. അതും വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഞണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ 3-4 നേരം ചോറ് കഴിക്കും. സോ സെയിം റെസിപ്പി അമ്മയടുത്ത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, ഇഞ്ചിയും പച്ചമുളകും വേണം, ഉണ്ടമുളക് ഉണ്ടെങ്കിൽ ഉണ്ടമുളക് എടുക്കാം, തക്കാളി വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഞാൻ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? തക്കാളി, കൊച്ചുള്ളി, ഇഞ്ചിയും പച്ചമുളകും, ഉണ്ടമുളകും, പിന്നെ പച്ചമുളകും, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും, ഇതെല്ലാം നമുക്കും എടുക്കാം. അങ്ങനെ താണ്ട ചട്ടി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചു. ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്നും ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് കടുക് എടുക്കാം. കടുക് എടുക്കുമ്പോൾ തറ വീഴാണ്ട് സൂക്ഷിച്ചോ, തറ വീണാൽ കലഹം ഉണ്ടാകുമെന്നാണ് എൻ്റെ അമ്മ പറയല്. അങ്ങനെ കടുകൊക്കെ ഇട്ടതിന് ശേഷം കറിവേപ്പിലയും ഇട്ടും പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം പച്ചമുളക് അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ അതൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് അതൊന്ന് വാടി വരട്ടെ. അതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് ബ്രൗണിഷ് ആവുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാനതൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇനി മെയിനായിട്ട് വേണ്ട മസാല പൗഡറാണല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മുളക് പൊടിയാണ് എടുക്കേണ്ടത്. ഇതെല്ലാം എൻ്റെ ഒരു അളവിലാണ് ഞാൻ ഇടുന്നത്. ശരിക്കും ഇത് നോക്കി നിങ്ങൾ ആരും വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊരു ഞാൻ 2 സ്പൂൺ എന്തോ ഇട്ടെന്ന് തോന്നുന്നു, 2 സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അപ്പം ഞാൻ താണ്ടെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടപ്പോൾ ഹസ്ബൻഡ് പറയും കുറച്ചും കൂടെ വേണമെന്ന്. അങ്ങനെ കുറച്ചും കൂടെ മല്ലിപ്പൊടി ഇട്ട് അതും വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു മസാല ഇവിടെ ഇരിപ്പുണ്ട്, അതും ഞാൻ തട്ടിയതുകൊണ്ട് കറി മസാലയാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഇതിന് വേണ്ട മെയിൻ സാധനമാണ് തേങ്ങാപ്പാൽ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ എടുത്ത് അരയ്ക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് തേങ്ങ അരച്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. തട്ടിയിടുക, മിക്സിയിലടിക്കുക, തേങ്ങാപ്പാൽ റെഡി. അമ്മ പറഞ്ഞു 1-ാം പാൽ 2-ാം പാലൊക്കെ ആക്കണമെന്ന്. പക്ഷേ എനിക്കൊരൊറ്റ പാലേ ഇവിടെ ഉള്ളൂ. ആ ഒറ്റ പാൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനുശേഷം നല്ല മൂത്ത് വന്ന് പച്ചമുളക് മാറിയതിന് ശേഷം തക്കാളിയും കൂടി ഇടുക. ഉണ്ടമുളക് ഇപ്പോഴേണ്ട, തക്കാളിയും കൂടി ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയും കൂടെ വെന്തിറങ്ങുമ്പം ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുളി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. വടക്കംപുളി ഉണ്ടെങ്കിൽ വടക്കംപുളി, ഇവിടെ മറ്റേ സാദാ പുളിയാണ് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുമ്പോഴേ നല്ലൊരു ഇതാവത്തുള്ളൂ. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷമുള്ളതാണിത്. അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി പോലെ വരുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ചു. അതിനുശേഷം എന്താണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തിട്ട് ഞണ്ടിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. സോ നമ്മൾ ഞണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടോ നീല നിറത്തിലുള്ള ഞണ്ടാണ്. നാട്ടിലൊക്കെ ഞാൻ മറ്റേ ബ്രൗൺ കളറിലുള്ള ഞണ്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞണ്ടും ഇട്ട് കൊടുത്ത് വെള്ളത്തിനുള്ളിൽ ഞണ്ട് പൊന്തി കിടക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. സോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. വെള്ളം തിളച്ച് വന്നപ്പോൾ വീണ്ടും ഉണ്ടമുളക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതിന് ടേസ്റ്റ് ഉണ്ടല്ലോ, വേറെ രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ താണ്ട തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. 1-ാം പാൽ 2-ാം പാൽ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ പാല് ഫുൾ തേങ്ങാപ്പാൽ ഞാനകത്ത് ഒഴിച്ചു കൊടുത്തു. ഈ തേങ്ങാപ്പാലാണ് കേട്ടോ ഈ കറിയുടെ രുചിയും നിറവും എല്ലാം മാറ്റുന്നത്. അടിപൊളി ടേസ്റ്റാണ്, കണ്ടില്ലേ? ഇങ്ങനെ അങ്ങോട്ട് നല്ലൊരു വറുത്തമീനും ഉണ്ട്, ഞണ്ടേറിയുണ്ട്. ചോറ് വാരി തിന്നതിനിടയ്ക്ക് ഈ ചെക്കൻ്റെ കരച്ചിൽ. എപ്പോൾ ചോറ് കഴിക്കാതിരുന്നാലും ഈ ചെക്കന് ഭയങ്കര കരച്ചിലാട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതിനൊക്കെ കുരുപ്പ്? അങ്ങനെ ഞാൻ താണ്ടേ വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ച്, കണ്ടില്ലേ? പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ ഞാൻ പാത്രം കാലിയാക്കാറില്ല. ഇത് അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇരിക്കട്ടെ എന്ന്. അതായിട്ട് നമ്മൾ വയറ് നിറച്ച് ഞണ്ടൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്.
അപ്പം ഇതൊരു കുട്ടി വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ഞണ്ടേറി എങ്ങനെ വെക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇനിയും ചെയ്യണമെന്ന്. അത് കൊള്ളാമെന്നല്ല, ഇനിയും വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് കുറേ പേര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വൈകിപ്പിക്കുക അതിന് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നും. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി 2-3 വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഉടനെ അതും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അമ്മയുടെ റെസിപ്പി ഞണ്ടറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ലൈക്ക്, ഓക്കെ, ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ഗൈസ്. ഗുഡ് നൈറ്റ്.